കഴിച്ചത് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് അടുത്തുള്ള അയ്യപ്പന്റെ കോവിലേക്കാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിനു വേണ്ടി നേരെ ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത്. ഞാൻ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കുറച്ചു മാറി രണ്ടമ്മൂമാരെ കണ്ടു. അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്. അപ്പൊ അമ്മൂമാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാന്നൊക്കെ വിചാരിച്ചു. അമ്മൂമാര് ഹരിതകർമ്മസേനയുടെ ജോലിക്കാരാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ ജോലിയാ. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഗ്രൗണ്ടിന്റെ അടുത്ത് വന്നിരുന്നാണെന്ന് അമ്മൂമാര് എന്നോട് പറഞ്ഞു. തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ കുറെ ചേട്ടന്മാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ പോയി കുറച്ചു നേരം കളിച്ചോളാൻ പറഞ്ഞു. ഇനി ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള യാത്രയാണ്. എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണെന്ന് അറിയുന്നു. ഇവിടെ എല്ലായിടത്തും ലയമുള്ളതുകൊണ്ട് എല്ലായിടത്തും ചെറിയ ചെറിയ കോവിലുകളും ഉണ്ട്. ഒരു കോവിൽ കണ്ടപ്പോ നിർത്തിയതാ. എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. റോഡിന് സൈഡിലായി ഒരു ലയം കണ്ടപ്പോ നിർത്തിയതാ. അപ്പോഴാണ് ഒരു അപ്പൂപ്പൻ താഴേന്ന് ചുമടും കൊണ്ടുവരുന്നത് കണ്ടത്. എന്തായാലും ഒന്ന് ഇറങ്ങി അവിടേക്ക് ഒന്ന് കാണാന്ന് വിചാരിച്ചു. എല്ലാരും രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ്. നല്ല മനോഹരമായിട്ടുള്ള താഴ്വാര. ചെറുതാണെങ്കിലും നല്ല വൃത്തിയുള്ള ലയങ്ങൾ. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും ഉണ്ട്. ഇവിടെ ഉണ്ടൊരു കൊച്ചു കോയിൽ.
തൊഴിലുറപ്പ് ജോലി നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോ അവരോടൊന്നും മിണ്ടാന്ന് കരുതി വണ്ടി നിർത്തിയതാ. വെള്ളത്തിന് പ്രത്യേക ടേസ്റ്റ് എടുക്കാന്ന് നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ആനകൾ വന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ആ വഴി പോയിരുന്നു. ഷാർട്ട് ടൈമിന് കാണാൻ പറ്റില്ല. അതാണ് അത് ഭാഗ്യം പോലെ. ഞങ്ങൾ ഇവിടെ ഇന്നലെ ആനയൊക്കെ ഉണ്ട്. നമ്മുടെ മാട്ടുപ്പെട്ടി അവിടെ 4 ആന ഒരു കുഞ്ഞുണ്ട്. ഇപ്പോൾ അവിടെ 2 ദിവസമായി അവിടെ ആനയ്ക്കണം. ആണല്ലേ? അത് കോവിൽ അവിടെ നിന്ന് പ്രതിഷ്ഠ സ്വാമി അവിടെ ഒരു അമ്മ ആണല്ലേ? അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴയും തണുപ്പും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇവിടെ അടുത്തൊന്നും ഒരു ചായക്കടയൊന്നുമില്ല. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള ലഹരി. നമ്മൾ അങ്ങനെ ഒരു ചായക്കടയിലേക്ക് എത്തി. വീടോട് കൂടി ചേർന്ന ഒരു കടയാണിത്. എന്തായാലും നമുക്കവിടെ എന്ത് കിട്ടുമോ നോക്കാം. ബ്രെഡ് ഓംലേറ്റും നല്ല 1-ാം തരം കോഫിയും കിട്ടി. ചായക്കാരുടെ അടുത്തൊരു കൊച്ചു കോവിലുണ്ട്. കോവിലിരിക്കുന്ന സ്ഥലം കാണാൻ നല്ല ഭംഗിയാ. അപ്പൊ 2 ഫോട്ടോ എടുത്തേക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റിലെ ഫാക്ടറി. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ഈ വഴി യാത്ര ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എല്ലായിടത്തും ആന ഇറങ്ങുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയാകുന്നതിന് മുന്നേ മൂന്നാറിലേക്ക് എത്തേണ്ടത് കൊണ്ട് ഞങ്ങൾ ആനക്കുളം വരെ പോകുന്നില്ല. അടിമാലിയിലേക്ക് പോകുന്ന റൂട്ടിലെ ചെറിയ അരുവിയാണിത്. നമ്മളിനി താമസ സ്ഥലമായ നൂർഗിരിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ആന ഇറങ്ങുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു ചെറിയ ഭയമുണ്ട്. റോട്ടിൽ ആന നിൽപ്പുണ്ടോന്ന് അറിയാൻ പ്രതിമ അവൻ ബൈക്കിന് മുന്നേ പോകുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളുമായി പിന്നെ കാണാം.